ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ കാറ്റഗറി, അതായത് 12,000 റുപ്പീസിൻ്റെ താഴെയുള്ള സ്മാർട്ട് ഫോൺ കാറ്റഗറി ഉണ്ടല്ലോ. യെസ്, ഇപ്പം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 12,000 രൂപയാണ്, 10,000 രൂപയുടെ കാലം കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സോ എനിവേ 12,000 റുപ്പീസിൻ്റെ പ്രൈസ് കാറ്റഗറിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണ് വിവോൻ്റെ ഈ Vivo T1x. ബേസിക്കലി വിവോൻ്റെ T1 സീരീസ് ഉണ്ടല്ലോ, Vivo T1 4G, T1 5G, T1 Pro, ആ ഒരു സീരീസിൽ വരുന്ന ഏറ്റവും വില കുറഞ്ഞ ബഡ്ജറ്റ് ഫോണാണ് Vivo T1x. ഈ ഫോണിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും രണ്ടും ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്കും ഒരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സിൽ TPU കേസ്, ഡോക്യുമെന്റ്സ്, സ്മാർട്ട് ഫോൺ, 18 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് സി കേബിൾ ആൻഡ് സിം ടൂൾ. ബ്രാൻഡുകൾ നോർമലി ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ഫോൺസിന്റെ വെയിറ്റ് അങ്ങനെ നോക്കാറില്ല. അതായത് നോർമലി വെയിറ്റ് കൂടുതലായിരിക്കും, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ആവറേജ് ആയിരിക്കും. പക്ഷേ ഇവിടെ വിവോ 182 ഗ്രാമിന്റെ ഒരു ഫോണാണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ഫോണാണ്, 8mm ആണ് തിക്നെസ്. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക്കിന്റെ ബാക്ക് ആണ്, പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ആണ്. സ്റ്റിൽ നോക്കുമ്പോൾ ഒരു ഗ്ലാസിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. അങ്ങോട്ട് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസിന്റെ ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. ഒരു ഫ്ലാഷി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്, നോ ഡൗട്ട്. ഓക്കെ, നല്ല ബ്രൈറ്റ് കളറാണ്. ഇതിന്റെ ഒരു ബ്ലാക്ക് വേരിയന്റ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമല്ല എങ്കിൽ ആ ഒരു ബ്ലാക്ക് വേരിയന്റ് നോക്കാം. പക്ഷേ ഇതിന്റെ ലുക്ക് ആൻഡ് ഫീലിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 2+1 ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടിന്റെ ഓപ്ഷൻ ആണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ബഡ്ജറ്റ് സെഗ്മെന്റിലെങ്കിലും ബ്രാൻഡുകൾ ഇപ്പോഴും ആ ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് തരുന്നുണ്ട് മൈക്രോ SD കാർഡിന് വേണ്ടി. അത് നല്ലൊരു കാര്യമാണ്. 6.58 ഇഞ്ചിന്റെ ഫുൾ HD+ 90 Hz IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ ചില ഫോൺസിൽ 60 Hzന്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, ചില ഫോൺസിൽ മാത്രം. അല്ലെങ്കിൽ പൊതുവെ 90 Hz അല്ലെങ്കിൽ 120 Hzന്റെ IPS LCD പാനൽ ആയിരിക്കും. സോ നിങ്ങൾ AMOLED ഡിസ്പ്ലേ ആണ് നോക്കുന്നതെങ്കിൽ ഇത് ഒഴിവാക്കാം. അതല്ല എങ്കിൽ, അതായത് IPS LCD പാനൽ മതിയെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്, അത്യാവശ്യം കളേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് LCD ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കളേഴ്സും ബ്രൈറ്റ്നസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 90 Hzന്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അതിന്റെ സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു ബഡ്ജറ്റ് ലെവലിലുള്ള 90 Hzന്റെ സ്മൂത്ത്നെസ് ഇവിടെ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ OTT പ്ലാറ്റ്ഫോംസിൽ ഈസിലി ഫുൾ HD കണ്ടന്റ് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു ഫോൺ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഫോണാണ്, അതായത് നല്ല നീളമുണ്ട്. സോ 1 ഹാൻഡ് ഡിസ്പ്ലേ അല്ല കേട്ടോ, അതായത് 1 ഹാൻഡ് ഫോൺ അല്ല, 2 ഹാൻഡ് വേണ്ടി വരും. സോ അത്യാവശ്യം നീളമുള്ള ഫോണാണ്. സ്റ്റിൽ ഡിസ്പ്ലേ ഇസ് ഓക്കെ. ബോട്ടം ഫയറിംഗ് മോണോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ മോണോ സ്പീക്കേഴ്സ് ആണ് കിട്ടുന്നത്. സ്പീക്കർ പെർഫോമൻസ് ഈ പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് പേഴ്സണലി ഓക്കെ ആയിട്ട് തോന്നി. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഫേസ് അൺലോക്കിന്റെ ഓപ്ഷനും വരുന്നുണ്ട്. രണ്ടും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് അല്ല, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ, പിന്നെ 2 മെഗാ പിക്സലിന്റെ മാക്രോ. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. 1080p at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തു പറയാം, അൾട്രാ വൈഡ് ക്യാമറ കൊടുക്കേണ്ടതായിരുന്നു. ആക്ച്വലി ചില ഫോൺസിൽ, അതായത് 20,000 താഴെയുള്ള ചില ഫോൺസിലും ബ്രാൻഡുകൾ അൾട്രാ വൈഡ് ക്യാമറ അമക്കുന്നുണ്ട്. നിങ്ങൾക്കത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഡീൽ ബ്രേക്കർ ആണോ എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 1080p at 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. ഈ ഫോണിന്റെ ഫോട്ടോഗ്രാഫി പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ 12,000 റുപ്പീസിന്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോട്ടോ കണ്ടു നോക്കും. അത്യാവശ്യം ഡിഫിക്കൽട്ട് ഫോട്ടോ ആണ്, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ്, പോർട്രേറ്റ് സെൽഫി ഫോട്ടോ ആണ്. ബാക്കിൽ നല്ല ലൈറ്റ് ഉണ്ട്, അതും എൻ്റെ ഫേസിന്റെ ഡയറക്റ്റ് ബാക്കിൽ ലൈറ്റ് ഉണ്ട്. സ്റ്റിൽ ഫേസിലുള്ള എക്സ്പോഷർ ഒക്കെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബഡ്ജറ്റ് ഫോൺ ആണ്, ബഡ്ജറ്റ് സെൻസർ ആണ്. സോ ഡീറ്റെയിൽസ് എന്തായാലും കുറവായിരിക്കും. പക്ഷേ കളേഴ്സ് ആണെങ്കിലും എക്സ്പോഷർ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ റിയർ ക്യാമറ പെർഫോമൻസും സിമിലർ ആണ്. അതായത് ഡീറ്റെയിൽസ് കുറവാണ്, കാരണം ഒരു ബഡ്ജറ്റ് സെൻസർ ആണ് വന്നിരിക്കുന്നത്. പക്ഷേ കളേഴ്സും എക്സ്പോഷർ, സ്പെഷ്യലി സ്കിൻ ടോൺ ഒക്കെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫോട്ടോ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. എനിക്കിത് ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫോട്ടോ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെൽഫി ആണെങ്കിലും റിയർ ആണെങ്കിലും. നൈറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഈ പ്രൈസ് റേഞ്ചിൽ നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിക്കാമെന്നല്ലാതെ അങ്ങനെ അതിഭയങ്കരമായ നൈറ്റ് പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്. ചെറിയ മാറ്റം എന്തായാലും വരുന്നുണ്ട്. ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ, വിത്തൗട്ട് ആൻഡ് വിത്ത് നൈറ്റ് മോഡ് ഫോട്ടോ ഷെയർ ചെയ്യാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണ്ടു നോക്കുക. ആ ഒരു ഡാർക്ക് ഏരിയാസ് ഉണ്ടല്ലോ, ഷാഡോസിലൊക്കെ, അവിടെയുള്ള ഗ്രെയിൻസ് ഒക്കെ പൊടിക്കത് കുറയ്ക്കുന്നുണ്ട്. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോട്ടോസിലുള്ള നല്ല പെർഫോമൻസ് കണ്ടതിന് ശേഷം വീഡിയോഗ്രാഫിയിലേക്ക് മാറിയപ്പോൾ എനിക്കൊരു ആവറേജ് പെർഫോമൻസ് ആണ് കിട്ടിയത്. അതായത് ആവറേജ് എന്ന് പറയുമ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഒരു വീഡിയോ പെർഫോമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചും കൂടി കളേഴ്സും കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ഒക്കെ വേണ്ടിയിരുന്നു. ഓക്കെ, ഫോട്ടോഗ്രാഫി പെർഫോമൻസ് ഇസ് നൈസ്, വീഡിയോഗ്രാഫി ഇസ്
ഓക്കെ ആവറേജ്, അതായത് ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഒരു വീഡിയോഗ്രാഫി പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. LPDDR4X റാം കൊടുത്തിട്ടുണ്ട്, UFS 2.2 സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ ചില ഫോൺസിൽ ഇപ്പോഴും eMMC 5.1 സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ഫാസ്റ്റർ സ്റ്റോറേജ് ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. Qualcomm Snapdragon 680 ചിപ്സെറ്റ് ആണ് വരുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ നല്ലൊരു സ്റ്റേബിൾ നോർമൽ യൂസിന് വേണ്ടിയുള്ള ചിപ്സെറ്റ് ആണ് Qualcomm Snapdragon 680. അതിഭയങ്കരമായ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ BGMI ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 30 FPS ആണ്, കളിക്കാൻ പറ്റും, പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ചിപ്സെറ്റ് അല്ല. നോർമൽ മോഡറേറ്റ് ഗെയിംസ്, ഫോർ എക്സാമ്പിൾ ഈ സബ്വേ സർഫർ ഒക്കെ ഉണ്ടല്ലോ, സോ ലൈറ്റ് മീഡിയം ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 4 ലെയർ കൂളിംഗ് സിസ്റ്റം ആണ് വരുന്നത്. നോർമലി ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ഫോൺസിൽ കൂളിംഗ് സിസ്റ്റം ഒന്നും വരാറില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബോണസ് ആയിട്ട് കരുതാം. നിങ്ങൾ ഈ ഒരു ഫോൺ നോർമൽ യൂസിന് വേണ്ടി, അതായത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, പിന്നെ ഇന്റർനെറ്റ് ഒക്കെ സർഫ് ചെയ്യാൻ വേണ്ടി, യൂട്യൂബ്, അതിന് വേണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതായത് ആപ്പ് ക്ലോസിംഗ്, ആപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിലും നല്ല സ്മൂത്ത് ആണ്. കാരണം LPDDR4X റാം ആൻഡ് UFS 2.2 സ്റ്റോറേജ് ഈ പ്രൈസ് പോയിന്റിൽ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആപ്പ് ക്ലോസിംഗ്, ആപ്പ് ഓപ്പണിംഗ് ടൈം ഒക്കെ കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ് കൊടുത്തിരിക്കുന്നത്. അത് എന്നെ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തി. കാരണം Vivo T1 സീരീസിലുള്ള ബാക്കി എല്ലാ ഫോൺസിലും Android 12 വരുന്നുണ്ട്. ഇവിടെയും കൊടുക്കേണ്ടതായിരുന്നു ഫോർ ഷുവർ. Vivo പറയുന്നതനുസരിച്ച് ഉടൻ തന്നെ ഇതിൽ Android 12 അപ്ഡേറ്റ് വരും എന്നാണ്. സ്റ്റിൽ ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു ഡ്രോബാക്ക് ആണ്. പിന്നെ അത്യാവശ്യം നല്ല തോതിൽ ബ്ലോട്ട്വേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എടുത്ത് കളയേണ്ടി വരും. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 18 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് യാതൊരു പ്രശ്നവും ഞാൻ ഫേസ് ചെയ്തില്ല. 1 ഡേ ഒക്കെ ഈസിലി കിട്ടുന്നുണ്ട്. കാരണം ഒരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായ ബാറ്ററി വലിക്കൽ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ലൈറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് യൂസർ ആണെങ്കിൽ ഈവൻ നെക്സ്റ്റ് ഡേ വരെ ബാറ്ററി നിൽക്കുന്നുണ്ട്. FM റേഡിയോൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, SAR വാല്യൂ ഇസ് അണ്ടർ ലിമിറ്റ്. സോ ഈ ഫോണിൻ്റെ പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള പ്ലസ് ആൻഡ് മൈനസ്, എനിക്ക് തോന്നിയ പ്ലസ് ആൻഡ് മൈനസ് ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനി ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, എൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു ഫോണിന് തംസ് അപ്പ് ഉണ്ട്. ഓക്കെ, 90 ഹെർട്സിൻ്റെ IPS LCD പാനൽ കൊടുത്തിട്ടുണ്ട്. Qualcomm Snapdragon 680 ചിപ്സെറ്റ്, UFS 2.2 സ്റ്റോറേജ്, നല്ല ഫോട്ടോഗ്രാഫി പെർഫോമൻസ്, നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഈ ലുക്ക് ആൻഡ് ഡിസൈൻ ഇഷ്ടപ്പെടണമെന്നില്ല. സ്റ്റിൽ വിവോൻ്റെ ഏതെങ്കിലും കടയിൽ കയറി ചെന്നിട്ട് ഈ ഒരു ഫോൺ ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് ബാക്കി ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിലുള്ള ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. വെയിറ്റ് ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും ബാക്കിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും. ഓക്കെ, ഫോർ ഷുവർ എനിക്ക് ഇതിൻ്റെ ലുക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.